നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലേ? കുഞ്ഞു വാവകളെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ഉടനെ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മളെല്ലാവരും പോവാറില്ലേ? അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ അമ്മയോട്, പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ആളോട് നമ്മൾ ചോദിക്കും, കുഞ്ഞുറങ്ങാറുണ്ടോ, കുഞ്ഞ് കരയാറുണ്ടോ, കുഞ്ഞ് പാല് കുടിക്കാറുണ്ടോ, മൂത്രം ഒഴിക്കാറുണ്ടോ, അതായത് കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധയാണ്. അത് അയൽപക്കക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ വളരെയധികം ശ്രദ്ധയാണ്. നല്ല കാര്യമാണല്ലേ? തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യജന്മമുണ്ട്. പ്രസവം കഴിഞ്ഞ് സുഖപ്രസവം എന്നൊക്കെ പേരാണെങ്കിലും അത്ര സുഖമല്ലാത്ത രീതിയിലാണ് പ്രസവിച്ച് വരുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി, വീട്ടിൽ നിന്ന് സാധാരണമായി നടക്കുന്ന ആളുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വീട്ടിലെ അസ്വസ്ഥതകളും എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശാരീരിക പ്രയാസങ്ങളോടൊപ്പം മാനസിക സമ്മർദ്ദങ്ങളും വളരെ കൂടുതലാണ്. സ്ട്രെസ്സായി ഡിപ്രഷനിൽ വരെ എത്തിച്ചേരുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രസവം കഴിഞ്ഞ വീടുകളിൽ സന്ദർശനത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിക്കണം, നീ ഓക്കെ ആണോടാ? നീ ആരോഗ്യപരമായിട്ട് ഓക്കെ ആണോ എന്നൊരു ചോദ്യം. അത് ഭർത്താവായാലും കുടുംബങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ നമ്മൾ അവിടെ ചെന്ന് ആ സഹോദരിയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അവർക്ക് നൽകുന്ന മാനസിക കരുത്തെന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് അവർ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്നുണ്ടാകും. അങ്ങനെ നല്ല കുഞ്ഞുവാവ വളർന്നു വരണമെങ്കിൽ നല്ല അമ്മയുടെ ലാളിത്യവും പരിചരണവും കിട്ടണ്ടേ? അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി തീരണ്ടേ? അതുകൊണ്ട് അമ്മയുടെ വളർച്ചയ്ക്ക് കൃത്യമായ പ്രാധാന്യം കൊടുക്കണം. ഭക്ഷണത്തിൽ മാത്രമല്ല, മാനസികാരോഗ്യം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് പരിഗണിക്കാൻ മറന്നു പോകല്ലേ. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ലെറ്റ്സ് ഗ്രോ ടുഗദർ വിത്ത് സഫാമി. താങ്ക് യു.